ഹായ് ഹലോ വെൽക്കം ടു കെയർ ലെസൺസ്. സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണാം. ഈ ഒബ്ജക്റ്റ് എങ്ങനെ 3Dയിൽ സോളിഡ് വർക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ആദ്യമായിട്ട് ഫയലിൽ ന്യൂ പാർട്ട് ഫയൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. താഴെ യൂണിറ്റ് മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലെയിൻ ടോപ്പ് ലൈൻ ആണ്. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിളിൽ കോർണർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു സൈഡ് 140 ആണ്, മറ്റേ സൈഡ് 85 ആണ്. 140, 85 എന്നിങ്ങനെ ഡയമെൻഷൻ കൊടുക്കുന്നു. സെൻട്രൽ ലൈൻ ഉപയോഗിച്ചിട്ട് താഴെ 2 ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നു. അതിൻ്റെ ഡയമെൻഷൻസ് സ്മാർട്ട് ഡയമെൻഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് 35, 30 എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ കുറച്ച് മുമ്പ് ഇതേപോലെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സർക്കിൾ ഉപയോഗിച്ച് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് 16 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് റെക്റ്റാങ്കിളിന് അക്രോസ് ആയിട്ട് ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുന്നു. മിറർ എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം വരച്ച സർക്കിളിനെ മിറർ ചെയ്യുന്നു. മിറർ എബൌട്ട് ആയിട്ട് നമ്മൾ വരച്ച സെൻട്രൽ ലൈൻ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ടിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ എടുക്കുന്നു. 15 mm ഡയമീറ്ററിൽ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വരച്ച ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഫേസിനെ നോർമൽ ചെയ്തു വെക്കുന്നു. സെൻറ്റർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഈ ഫേസിൻ്റെ താഴത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ഡയമെൻഷൻസ് 649, 649 എന്നിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ആ ഫേസിൻ്റെ കറക്റ്റ് ബോട്ടം സെൻറ്ററിലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ വരുന്നത്. 649. ഓക്കെ, ടിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുന്നു. 140 ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നു. എക്സ്ട്രൂഡ് കട്ട് ചെയ്യുന്നു. ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആദ്യം വരച്ച ബോഡിയുടെ താഴെ ഭാഗത്തൊരു റെക്റ്റാങ്കുലർ കട്ടിങ് വന്നതായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ സ്കെച്ച് നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് പ്ലെയിനിലാണ്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു. സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഡ്രോയിങ് നമ്മുടെ നോർമലായിട്ട് വെക്കുന്നു. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ച് നിലവിലുള്ള ബോഡിയുടെ മുകളിലെ എഡ്ജ് ഈ സ്കെച്ചിലേക്ക് കൊണ്ടുവരുന്നു. കൺവേർട്ട് എൻറ്റിറ്റീസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിലവിലെ ബോഡിയുടെ മുകളിലെ എഡ്ജ് മാത്രം കൊണ്ടുവരിക. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് മുകളിലേക്കൊരു ലൈന് വരയ്ക്കുന്നു. 38ൻ്റെ ലൈൻ. അതുപോലെ റൈറ്റിലേക്ക് 20യുടെ ഒരു ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നു. ഈ ഒരു എഡ്ജിൽ, ഈ ഒരു പോയിന്റിൽ 40 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് താഴത്തെ ഈ ലൈനിൽ നിന്ന് മുകളിലേക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. 85 ആണ് ലൈനിൻ്റെ ഹൈറ്റ്. 85ൽ ലൈൻ വരച്ചു. ഈ ലൈനും സൈഡിലെ എഡ്ജ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്.
ഈ ലൈനും ആ പോയിന്റും സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഡയമെൻഷൻ 50 എന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ലൈന് കുറച്ചും കൂടെ കറക്റ്റ് പോയിന്റിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം മുകളിൽ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ 2 സർക്കിൾസ് വരയ്ക്കുകയാണ്. സർക്കിൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒന്ന് 30 ആണ്, രണ്ടാമത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 56 ആണ്. അതിൻ്റെ 2 സർക്കിൾസ് വരച്ചു. ലൈൻ ടൂൾ ഉപയോഗിച്ച് ആദ്യം വരച്ച ലൈനിൻ്റെ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. കറക്റ്റ് ടാൻജൻറ്റ് സൈൻ കാണിക്കുമ്പോൾ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. എ സർക്കിൾ വിത്ത് എ ലൈൻ കാണാൻ പറ്റും. ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ലൈന് വരയ്ക്കുന്നു. താഴെ സർക്കിളിൻ്റെ ക്വാഡ്രൻറ്റിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനും അതുപോലെ മുകളിൽ നിന്നൊരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനും കോയിൻസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്ത് വരയ്ക്കുന്നു. അല്ലെങ്കിൽ നീട്ടി വരച്ച് ട്രിം ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ചെയ്താലും മതിയാകും. ഓക്കെ, അതിനുശേഷം ട്രിം ടൂൾ ഉപയോഗിച്ച് ആ ലൈനിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസ്, സർക്കിൾസിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നു. ഇവിടെ ഒരു ഡയമെൻഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ 20 എന്നുള്ളൊരു ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ ആ 20 ലെങ്ത് ഉള്ള ലൈന് സെലക്ട് ചെയ്ത് ഫോർ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഓണാക്കി ടിക്ക് ചെയ്യുന്നു. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ ഉപയോഗിച്ച് 12 mm മുന്നോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ ഫേസ് സെലക്ട് ചെയ്ത്, ഫ്രണ്ട് ഫേസ് സെലക്ട് ചെയ്ത് അവിടെ അടുത്ത സ്കെച്ച് വരയ്ക്കുന്നു. സർക്കിൾ ടൂൾ ഉപയോഗിക്കുന്നു. ആദ്യം വരച്ച സർക്കിളിൻ്റെ പെരിഫറിയിലൂടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ സെൻറ്റർ കാണിക്കും. ആ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 40 അതുപോലെ 18 ഇങ്ങനെ 2 ഡയമീറ്ററിലുള്ള 2 സർക്കിൾസ് വരയ്ക്കുന്നു. 40, 18 2 സർക്കിൾസ് വരയ്ക്കുന്നു. ആ സ്കെച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ ഉപയോഗിച്ചിട്ട് 12 mm ഈ 2 സർക്കിൾസിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് വീണ്ടും തൊട്ട് മുമ്പായിട്ട് വരച്ച ബോഡിയുടെ ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് 30 അതുപോലെ 56, 30, 56 എന്നിങ്ങനെ 2 ഡയമീറ്ററിൽ 2 സർക്കിൾസ് വരയ്ക്കുന്നു. സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. സ്കെച്ച് സെലക്ട് ചെയ്ത് ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് ടൂൾ ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഫോർവേഡിൽ 12 mm അതുപോലെ താഴെ ഡയറക്ഷൻ 2 എന്നുള്ളത് ഓണാക്കി 24 mm പുറകോട്ടേക്കും എക്സ്ട്രൂഡ് ചെയ്യുന്നു. ടോട്ടൽ 36 വരും. 24 പുറകിലേക്കും 12 മുന്നിലേക്കും. അപ്പോൾ ടോട്ടൽ 36ൽ എക്സ്ട്രൂഷൻ കംപ്ലീറ്റ് ആവും. ഫില്ലറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് 25 റേഡിയസിൽ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത എഡ്ജ് ഫില്ലറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നിലധികം ഒരുപാട് സ്കെച്ചുകളുള്ളൊരു ഡ്രോയിങ് ആണ്. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു.